ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. (2026) ഏതൊക്കെ PSC പരീക്ഷകൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമ്മളെല്ലാവരും ഉത്തരം പറയും അല്ലേ? PSC ഡിഗ്രി തലത്തിൽ ഏതൊക്കെ പരീക്ഷകൾ നടക്കുന്നു, 10th ലെവലിൽ ഏത്, +2 ലെവലിൽ ഏത്, ഇതിനൊക്കെ നമുക്ക് ഉത്തരവുണ്ട്. എന്നാൽ ഈ പരീക്ഷകൾക്ക് എല്ലാത്തിനും കൂടി എത്ര വേക്കൻസീസിലേക്കാണ് ഇത് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? ഉത്തരം ഉണ്ടാവണം. കാരണം ഏറ്റവും വലിയൊരു പോയിന്റാണ്, നമുക്ക് പഠിക്കാൻ തോന്നുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ വന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ടാണ് 2026 പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ? ആദ്യം തന്നെ നമുക്ക് കണക്ക് നോക്കാം. ഏകദേശം 7900-ലധികം വേക്കൻസീസിലേക്കാണ് ഈ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 7900 എന്ന കണക്കിലേക്ക് എത്തിയെന്ന് നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് ആദ്യം എടുക്കാം. അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ ഓരോന്നായി എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എടുക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2021-ലും 2022-ലും നമുക്ക് ഓരോ വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് 26/2022-ഉം 653/2021. ഇങ്ങനെ 2 വിജ്ഞാപനങ്ങളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിൽ 2700 അഡ്വൈസസ് ആണ് പോയത്. ഞാൻ വേക്കൻസീസിന്റെ കാര്യമല്ല പറയുന്നത്, 2700 അഡ്വൈസുകളാണ് ഈ 2 വിജ്ഞാപനങ്ങളിലായിട്ട് പോയത്. ഇത് 2021-ലും 2022-ലുമാണ് വിളിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഈ 2 വിജ്ഞാപനങ്ങളും ഒരേ വർഷം തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ടൈമിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ വിജ്ഞാപനം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 382/2025-ഉം 383/2025. സോ ഈ 2 വിജ്ഞാപനങ്ങളിലുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയ വേക്കൻസീസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 2700 ആണെങ്കിൽ അത്രയും തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സോ 2700 വേക്കൻസീസ് നമുക്ക് കമ്പനി ബോർഡിന്റെ ഈ 2 നോട്ടിഫിക്കേഷൻസിലുമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമുക്കൊരു 600 വേക്കൻസി ഇതുവരെ പോയത് വെച്ച്, അല്ലെങ്കിൽ 600 അഡ്വൈസ് നമുക്ക് കണക്കിലെടുക്കാം. അതോടൊപ്പം തന്നെ SI 100 കൂട്ടിയാൽ മതി. SBCID നമുക്കൊരു 200, കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 200 നമുക്ക് കണക്കിലെടുക്കാം. ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമുക്കറിയാം ഡിഗ്രി തലത്തിൽ 3500 വേക്കൻസീസിന്റെ എക്സ്പെക്ടേഷനാണ് നമുക്ക് ഇപ്രാവശ്യത്തെ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2025-ലെ ഡിഗ്രി തലത്തിലെ പരീക്ഷ നടന്നപ്പോൾ ഏകദേശം 1000 വേക്കൻസീസിന് താഴെയായിരുന്നു നമ്മുടെ പ്രതീക്ഷ. ശരിയല്ലേ? സെക്രട്ടറി അസിസ്റ്റന്റും SIയും മാത്രമാണ് നമുക്ക് അവിടെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന 2 ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന 2 പരീക്ഷകൾ എന്ന് പറയുന്നത് സെക്രട്ടറി അസിസ്റ്റന്റും അതുപോലെ തന്നെ SIയുമായിരുന്നു. 1000-ന് താഴെയായിരുന്നു 2025 ഡിഗ്രി തലത്തിലെ വേക്കൻസി എങ്കിൽ അത് ഇപ്രാവശ്യം 3500-ലേക്കുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ 3500 അഡ്വൈസുകളിലേക്കുള്ള പരീക്ഷയാണ് ഇപ്രാവശ്യം ഡിഗ്രി തലത്തിൽ നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ VFAയും അതുപോലെ തന്നെ ബെഫ്കോ LDയും LGSും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGSൽ മാത്രമായിട്ട് ഏകദേശം 3000-നടുത്ത് വേക്കൻസീസ് അല്ലെങ്കിൽ അഡ്വൈസസ് അവിടെ പോയിട്ടുണ്ട്. VFAയിലേക്ക് നോക്കുവാണെങ്കിലോ 1000-ലധികം അഡ്വൈസസ് അവിടെ പോയിട്ടുണ്ട്. ബെഫ്കോ LD 250. ഇത് മാത്രം നമ്മൾ കൂട്ടുവാണെങ്കിൽ തന്നെ 4250. കൂടാതെ +2 തലത്തിലെ CPOയും അതുപോലുള്ള എക്സാംസ് വളരെ കുറച്ച് അഡ്വൈസസ് ആണ് അവിടെ. ഈ ഒരു കമ്പനി ബോർഡ് LGSനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് നിയമനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അത് നമ്മളെല്ലാം കൂടി ഒരു 200 താഴെ എടുക്കുന്നേ ഉള്ളൂ. ഇത്രയും മാത്രം കൂട്ടിയാൽ തന്നെ അവിടെ 7900 വേക്കൻസീസിലേക്ക്, അല്ലെങ്കിൽ 7900 അഡ്വൈസസിലേക്കുള്ള പരീക്ഷയാണ് ഈ വർഷം 2026-ൽ നടക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല. ഈ ഒരു കണക്ക് നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രക്ഷപ്പെടുവാണെങ്കിൽ 2026 രക്ഷപ്പെടുമെന്ന്. എന്തുകൊണ്ടാണ്? ഇതുകൊണ്ട് തന്നെയാണ് അല്ലേ? സോ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ PSC പരീക്ഷ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ വെച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് നിയമനങ്ങൾ നടക്കാൻ പോകുന്ന പരീക്ഷകളാണ് നമുക്കിവിടെ നടക്കാൻ പോകുന്നത്. ഇതിനെ ഏറ്റവും സീരിയസ് ആയിട്ട് നമുക്ക് കാണാം. വേണ്ടേ? വേക്കൻസീസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ പരീക്ഷകളിലേക്കായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ ഷാർപ്പൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രോങ് ആക്കേണ്ടത്. കൃത്യമായിട്ടുള്ള പഠനം. പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുമ്പം ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത് എന്താണ്? ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ 10th ലെവലിലേക്കും +2 ലെവലിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 പരീക്ഷകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ചധികം കണ്ടന്റുകളും കാര്യങ്ങളും SCERT ബുക്കുകളും ഒക്കെ ഉണ്ട്. ഇതിനെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരീക്ഷകൾ അനുസരിച്ച് നമുക്ക് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കാം. പക്ഷെ അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം?
കൃത്യമായിട്ട് ഫൗണ്ടേഷൻ നമ്മുടെ സ്ട്രോങ് ആക്കണം. ഏത് PSC പരീക്ഷ വന്നാലും എഴുതാൻ പറ്റുന്ന ഒരു കണ്ടന്റ് നോളേജിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ ഈ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. എങ്ങനെ ശ്രമിക്കണം? കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ വെച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എന്താ പറയുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഏത് എക്സാംസ് ആണെങ്കിലും ഇതിനൊക്കെ പ്രയോറിറ്റി ഉണ്ട്. മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, ഇതെല്ലാം റിവിഷൻ സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ, ഇതെല്ലാം നിങ്ങളടുത്ത് വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വർഷം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു മെൻറ്റർ സപ്പോർട്ടോടു കൂടി തന്നെ പഠിക്കുക. കാരണം മാറി വരുന്ന എക്സാം പാറ്റേൺ ആണ്. എന്ത്, എവിടെ, എങ്ങനെ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം പഠിക്കണം, റിയർ ക്വസ്റ്റ്യൻസ് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ബേസ് എത്രത്തോളം സ്ട്രോങ് ആക്കണം, ഇതൊക്കെ ഡൗട്ടാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും അവർ അറിയില്ലാത്ത ആൾക്കാരാണ്. സോ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തോടു കൂടി തന്നെ പഠിക്കുക. നിങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകരോടൊപ്പം തന്നെ പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിഗ്രി തലത്തിലായാലും അതുപോലെ തന്നെ +2, 10th ലെവൽ എക്സാംസിനായിട്ടുള്ള ബാച്ചസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് സപ്പോർട്ടിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന മെൻറ്റേഴ്സ്. ഈ മെൻറ്റേഴ്സ് എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മെൻറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ അടഞ്ഞിരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പവർ പാക്ഡ് ക്ലാസ് സെഷൻസും. ഇത്രയും മതി ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു കരിയർ ബ്രേക്കിന് ശേഷം ഒക്കെ തിരിച്ചു വരുന്ന വീട്ടമ്മമാരോടൊക്കെ ആയിട്ട് പറയുകയാണ്, വലിയൊരു അവസരമാണ്. ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് യുവർ സ്റ്റഡീസ് ഇമ്മീഡിയറ്റ്ലി. 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. അവസാനിക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രതീക്ഷയോടുകൂടി പരീക്ഷകളെല്ലാം എഴുതി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.